നമ്മുടെ ശ്രീ വിഷയം ആനന്ദ് കൊച്ചുകൂടി മണിശങ്കർ ഇപ്പോൾ നോക്കൂ, അയ്യരല്ലല്ലോ. കേരളത്തിലെ മണിശങ്കർ അയ്യരെ കുറിച്ച് വിസ്മയങ്ങളുമായി പറയുകയായിരുന്നു ഡോക്ടർ ജിജോ ജോൺ. വിസ്മയങ്ങൾ ഇവരുടെയൊക്കെ വിടുവായുധം കൊണ്ടാണ് ഭരണനഷ്ടം ഉണ്ടായതെന്ന് കൃത്യമാണ്, വളരെ കൃത്യമാണ്. 2014 അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്ന് നരേന്ദ്രമോദിക്കെതിരായ ഒരൊറ്റ ആരോപണം, ഒരൊറ്റ പ്രയോഗം, ചൈപേ ചർച്ച തുടങ്ങി ഇങ്ങോട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കടയറുത്ത പ്രഖ്യാപനമായിരുന്നു. അതൊരു വലിയ പ്രൊപ്പഗാൻഡയ്ക്ക്, ഒരു വലിയ പ്രചണ്ഡമായ പ്രചാരണത്തിന് കോൺഗ്രസിന്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്ത ആയുധമായിരുന്നു അത്, ചൈവാല പ്രയോഗം. അതിനുശേഷം ഇങ്ങോട്ട് കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാനേ കഴിഞ്ഞില്ല. അവരുടെ ഒരു സ്ട്രാറ്റജിയും വലിയ തോതിൽ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് രാഷ്ട്രീയ സംഭാവനകൾ നൽകിയ മണിശങ്കർ അയ്യരാണ് ഇന്ന് ഇവിടെ വന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നത്. അതായത് ദേശീയ തലത്തിൽ കൊടുത്ത സംഭാവനകൾ പോരാഞ്ഞിട്ട് കേരളത്തിലേക്ക് പറന്നിറങ്ങി എന്നാണ് അടിസ്ഥാന കോൺഗ്രസുകാരുടെ വികാരം. അല്ല മാധു, ഞാൻ ജിൻഡോ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. ഈ മണിശങ്കർ അയ്യർ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് കോൺഗ്രസ്സുകാരൻ എന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തിരുന്ന ആളാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹം ഒരു ഫോറിൻ സർവീസിൽ നിന്ന് വന്ന ആളാണ്. നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്. 2014 മോദിക്ക് അധികാരത്തിൽ വരാൻ ഒരു വലിയ സഹായം ചെയ്തു കൊടുത്ത ആളാണ്. അത് ഇൻഅഡ്വർട്ടൻ്റ്ലി, അതായത് അദ്ദേഹം അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അദ്ദേഹം പറഞ്ഞതിനെ മാധ്യമങ്ങൾ കുറച്ച് വളച്ചൊടിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ AICC സെഷനിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചായ വിതരണം ചെയ്യാം, പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിക്ക് ഒരിക്കലും വരാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ പ്രഡിക്ഷന്റെ ഒക്കെ പോകുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ ഒരു തികട്ടലായിരുന്നില്ലേ? എവിടെ ചെന്ന് കൊള്ളുമോ കൃത്യമായി കൊള്ളുമായിരുന്നല്ലോ. പിന്നെ മാധ്യമങ്ങളെക്കാൾ അപ്പുറത്ത് അത് ഉപയോഗിക്കാൻ കൃത്യമായ സംവിധാനം അന്ന് BJPക്ക് ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. തീർച്ചയായും BJP ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രൺബീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള ലുധിയാനയിലെ MP ആയിരുന്ന, ഇപ്പോഴും MP ആയിട്ടുള്ള, കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഇത്തവണ BJPയുടെ MP ആയിട്ടുള്ള നേതാവിനെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ട്രോള് ചെയ്തതിന് BJP പ്രധാനമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധി സിഖുകാരെ മുഴുവൻ ആക്ഷേപിച്ചു എന്നാണ്. BJP അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മണിശങ്കർ അയ്യരുടെ കാര്യം. അദ്ദേഹത്തിൻ്റെ ഈ പ്രഡിക്ഷൻ്റെയൊക്കെ ഒരു എന്താണ്, അതിൻ്റെയൊക്കെ ഒരു കാര്യം നമ്മൾ നോക്കിയാൽ, പ്രധാനമന്ത്രി ആകില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി 3 തവണ പ്രധാനമന്ത്രിയായി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ ഒരു പ്രഡിക്ഷൻ പോലെയാണ് മണിശങ്കർ അയ്യരുടെ പ്രഡിക്ഷൻ. അദ്ദേഹം പറയുന്നതിനെയൊക്കെ അത്രയും കാര്യമായിട്ടാണ് കോൺഗ്രസ്സുകാർ എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ കുറേ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ സാംസ്കാരിക നായകരാണെന്ന് കരുതപ്പെടുന്നവർ CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിനെ ആഘോഷിക്കുകയും, എന്നാൽ മണിശങ്കർ അയ്യർക്ക് CPMനെ പുകഴ്ത്തുമ്പോൾ അത് തള്ളിപ്പറയുകയും ചെയ്യുന്നത് സാധാരണ CPMന്റെ ഒരു ശൈലിയാണ്. അത് വലിയൊരു നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മണിശങ്കർ അയ്യർക്ക് എന്തുകൊണ്ടാണ്, മണിശങ്കർ അയ്യർ മാത്രമല്ല, അദ്ദേഹം ഒരു സിംറ്റമാണ്. അദ്ദേഹത്തെ പോലെ ഒത്തിരി നേതാക്കൾ ഇന്ത്യയിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ താരതമ്യേന കുറവായിരിക്കും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ 5 വർഷത്തിൽ, 2021 ശേഷം 22 ആ ഒരു വർഷത്തെ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ പോലും CPM പാളയത്തിലേക്ക് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ ദില്ലിയിൽ ഇതുപോലെയുള്ള കുറേ നേതാക്കളെ ആരും അവരുടെ പരിദേവനങ്ങൾ കേൾക്കാനില്ലേ? പണ്ട് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോഴാരുമില്ലേ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു. മണിശങ്കർ അയ്യർക്ക് അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞതിനെ കേരളത്തിലെ ജനങ്ങൾ, ശരിയാണ്, അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരായിരിക്കും. അദ്ദേഹം പറഞ്ഞതിനെ കാര്യമായിട്ട് എടുക്കാൻ കാര്യമുണ്ട്. അപ്പോഴും കോൺഗ്രസിന് അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹം ഒരു വലിയ നേതാവ് ആണല്ലോ, അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അത് ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു 2004 2009 വരെ. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് കോൺഗ്രസ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു കാര്യം അവർ ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അല്ല തിരുത്താലോ അല്ലെങ്കിൽ അങ്ങനെ സതുദ്ദേശത്തോടുള്ള വിമർശനങ്ങളോ എന്നുള്ളതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പാളിപ്പോയ പരാമർശങ്ങൾ ഏറെയാണ്. അതിന്റെ പേരിൽ കോൺഗ്രസിന് ഏറെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയുമായോ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള ഒരു സാധ്യതയും അവർ നിലവിൽ നൽകുന്നില്ല. ഏറെക്കുറെ പുറത്ത് എന്നൊരു നില തന്നെ നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ മണിശങ്കർ അയ്യർക്കുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹം ഓടി നടന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല അദ്ദേഹം വരുന്നതിനെതിരെ അതൃപ്തി അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ
അത് വകവെക്കപ്പെടുകയുണ്ടായില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു അപകട ഭീതി നേരത്തെ തോന്നിയിട്ടുണ്ടാകാം എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു.